കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിലാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 5-ാമത് വാക്യം. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതിയുമായി ഇവിടെ ഇരിക്കുവിൻ, ഞാൻ ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം എന്ന് പറഞ്ഞു. അനുഗ്രഹീതവും നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതുമായ ഒരു ചിന്തയാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായിപ്പാൻ തക്കവണ്ണം ഇടവരുന്നത്. നീണ്ട 25 വർഷത്തിന്റെ കാത്തിരിപ്പിന്റെ ഫലമായി ദൈവം അബ്രഹാമിന് ഒരു തലമുറയെ കൊടുപ്പാനിടയ പേര് ഇസഹാക്ക്. വളരെ പ്രാർത്ഥനയോടും ദൈവാംസികത്തോടും അബ്രഹാം, ഇസഹാക്ക്, സാറായി എന്ന ചെറിയ കുടുംബം സന്തോഷത്തോടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാം എന്ന് ദൈവമനുഷ്യനെ ദൈവം വിളിക്കുകയാണ്. അബ്രഹാമേ എന്ന് വിളിച്ചിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ മോറിയാദേശത്ത് ഞാൻ കൽപ്പിക്കുന്ന മലയിൽ നീ എനിക്ക് എന്ത് ചെയ്യണം? ഹോമയാഗം കഴിക്കുക എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം, ഇവിടെയാണ് അബ്രഹാം എന്ന ദൈവ മനുഷ്യന്റെ ഒരു ക്വാളിറ്റി വെളിപ്പെടുകയാണ്. ശ്രദ്ധിക്കുക, സ്വന്തം മകനെ, അതും വളരെ ദീർഘവർഷങ്ങൾ കാത്തിരുന്ന് ദൈവം കൊടുത്ത തലമുറയെ ദൈവം തിരിച്ചു ചോദിക്കുന്ന ഒരു ഭാഗം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ദൈവം നമുക്ക് നന്മകളെ തന്നു എന്നുള്ളത് വസ്തുതയാണ്, അനുഗ്രഹങ്ങളെ തന്നു എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ തന്ന ദൈവത്തിന് അത് തിരിച്ചു ചോദിക്കാൻ അവകാശമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നമുക്ക് നന്മകൾ തരുമ്പോൾ അത് പണമാകാം, ജോലിയാകാം, പദവിയാകാം, അത് സ്തോത്ര തലമുറകളാകാം. ഇതൊക്കെ ദൈവം നമുക്ക് നൽകുമ്പോൾ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ തന്ന ദൈവത്തിന് തിരിച്ചെടുക്കാൻ അധികാരമുണ്ടെന്ന് കൂടെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സ്തോത്രം, നമ്മുടെ ജീവിതം തകർന്നു പോകുവാൻ തക്കവണ്ണം ഇടയാകും. ദൈവം തന്ന നന്മയാണെന്ന് പറഞ്ഞ് അതിൽ സന്തോഷിച്ചുകൊണ്ടും അപ്പോൾ തന്നെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തിന് മാന്യതയും പുകഴ്ചയും മാനവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് കടന്നുപോയാൽ ആ നന്മകൾ നിന്റെ ജീവിതത്തിനകത്ത് അനുഗ്രഹവും വിടുതലുമായി മാറുവാൻ തക്കവണ്ണം ഇടവരും. ഇവിടെ അബ്രഹാം എന്ന ദൈവമനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത തലമുറയായ, അതും ഏക സന്താനം, അവനിലൂടെയാണ് അത് ഇസ്രായേലിൽ നിന്നൊരു തലമുറ വരേണ്ടത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാക്കതല്ലേ? സ്തോത്രം, ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും വർദ്ധിപ്പിക്കുമെന്ന് ദൈവം പറഞ്ഞ ആ ദൂത്, സ്തോത്രം, ഹല്ലേലൂയ, സംഭവിക്കേണ്ടതല്ലേ? അപ്പോൾ പിന്നെ അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ച് എങ്ങനെ അത് നടക്കുന്നത്? പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, വാഗ്ദത്തം തന്നത് ദൈവമാണെങ്കിൽ, അത് സ്തോത്രം, പറഞ്ഞത് വാഗ്ദത്തം കൈമാറിയത് കർത്താവാണെങ്കിൽ നിവർത്തീകരിപ്പാൻ ദൈവത്തിന് ആരുടെയും മാധ്യമമോ അത് സ്തോത്രം ഇടപെടലുകളോ ഇടനിലക്കാരോ ദൈവത്തിന് ആവശ്യമില്ല. ദൈവം അത് ചെയ്യുവാൻ തക്കവണ്ണം ഇടവരും. ഇവിടെ അബ്രഹാം എന്ന ദൈവ മനുഷ്യൻ അത് പൂർണ്ണമായി അനുസരിച്ചുകൊണ്ടാണ് 3 ദിവസം വഴിയാത്ര ചെയ്ത് മോറിയാദേശത്ത് ആ മലയുടെ താഴ്വരയിൽ നിന്നിട്ട് ബാല്യക്കാരോട് പറയുന്നൊരു വാചകമുണ്ട് അബ്രഹാം. പ്രൈസ്, അതാണ് നമ്മൾ വായിച്ചത്. ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽപ്പീൻ, കഴുതയുമായി ഇവിടെ നിൽപ്പീൻ, ഞാനും എൻ്റെ മകനും അവിടത്തോളം പോയി ആരാധന കഴിച്ച് മടങ്ങി വരും. നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ അർപ്പിക്കുന്ന യാഗം ഹോമയാഗമാണ്. ഹോമയാഗത്തിന്റെ പ്രത്യേകത, അർപ്പിക്കുന്ന യാഗവസ്തു പൂർണ്ണമായി തീക്കിരയായി മാറണം. അതാണ് ഹോമയാഗം എന്ന വാക്കിന്റെ അർത്ഥം, അല്ലെങ്കിൽ അതിന്റെ നിയമം അങ്ങനെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ശ്രദ്ധിക്കണേ, അതിനും പോലും ആര് തയ്യാറായി? പക്ഷേ അബ്രഹാമിനുണ്ടായിരുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് എബ്രായലേഖന കർത്താവ് 11-ാം അധ്യായത്തിൽ അത് കൃത്യമായി പറഞ്ഞു. എന്തുവാ? സ്തോത്രം, ഹല്ലേലൂയ. ഇസഹാക്കിന് യാഗം അർപ്പിക്കേണ്ടി വന്നാലും, അല്ല, യാഗം അർപ്പിച്ച് സ്തോത്രം, ഹല്ലേലൂയ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് തിരികെ പ്രാപിച്ചവനെ പോലെ, എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടവന്ന്. എന്താ അബ്രഹാമിന്റെ വിശ്വാസം? അതാണ് ബാല്യക്കാരുടെ ആരോട് പറഞ്ഞ വാക്കിനകത്ത് അത് വെളിപ്പെട്ടത്. അത് ഞാൻ അവനെ ഹോമയാഗം കഴിക്കാൻ പോകുകയാണ്, എന്നാൽ സ്തോത്രം, ഞാൻ അവന് ഹോമയാഗം കഴിച്ച് തീക്കിരയായി മാറിയാലും, ചാരമായി തീർന്നാലും, അതേ ചാരത്തിൽ നിന്നൊരു ഇസഹാക്കിന് തിരികെ തരാൻ കഴിയുന്നവനാണ് ദൈവമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അബ്രഹാം യാഗത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, അത് സ്തോത്രം, നീ ദൈവത്തിന് കൊടുക്കുന്നൊന്നും വൃഥാവല്ല. നീ അർപ്പിക്കുന്ന ആരാധന, നീ അർപ്പിക്കുന്ന സ്തോത്രം, നീ അർപ്പിക്കുന്ന സ്തോത്ര കാഴ്ച, ഇല്ലെങ്കിൽ നീ എന്താണ് ദൈവത്തിന് കൊടുക്കുന്നത്, അതൊരിക്കലും വൃഥാവല്ല. ഇതെല്ലാം തിരികെ നിന്നിലേക്ക് വരുന്ന ഒരു ദിവസമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഇവിടെയാണ് അബ്രഹാം എന്ന ദൈവമനുഷ്യന്റെ വിശ്വാസം പ്രകടമായത്. അത് സ്തോത്രം, ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഇത് അർപ്പിച്ചില്ലെന്നുള്ളതാ അല്ല, പക്ഷേ എബ്രായലേഖന കർത്താവ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അവൻ അർപ്പിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അവൻ ഇസഹാക്കിന് യാഗമായി ദൈവത്തിന് കൊടുത്തു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടവന്നു. അത് സ്തോത്രം, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ അത് സ്തോത്രം, നഷ്ടപ്പെട്ട
നഷ്ടപ്പെട്ട ചിലത് നിന്നിലേക്ക് മടങ്ങി വരികയാണ്. അത് സ്തോത്രം. വിശ്വാസം വെളിപ്പെടണം ഇന്ന് പ്രഭാതത്തിൽ. ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം ചിലത് നിനക്ക് തിരികെ തരുവാൻ തക്കവണ്ണം ഇടവരും. ആ വിശ്വാസം നമ്മൾ ചലിച്ചാൽ അത് വിടുതലായി പരിണമിക്കുമെന്നുള്ളതിന് സംശയമില്ല. പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, ദൈവകൃപയോടെ, വാഗ്ദത്തത്തെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അബ്രഹാമിനുണ്ടായ അതേ വിശ്വാസം ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്കായി ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തെ പൂർണ്ണമായി വിശ്വസിക്കാനുള്ള കൃപ അവിടെ നൽകണമേ. നഷ്ടപ്പെടുന്നതിന് നോക്കി വ്യാകുലപ്പെടാതെ പകരം ദൈവം തരുന്ന നന്മകളെ സ്തോത്രം സന്തോഷത്തോടെ സ്വീകരിച്ച് അത് സ്തോത്രം ദൈവസ്ഥനെ സമർപ്പിച്ച് അത് സ്തോത്രം ചിലത് തിരികെ പ്രാപിപ്പാൻ അവിടുന്ന് കൃപ നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറട്ടെ കർത്താവ്. എല്ലാവർക്കും ഇതിൽ വിടുതലായി മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.